ഈയടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ചില കമൻറ്റുകളാണ് ഇനി പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, ഇന്ന് വരെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു രീതിയിൽ പറഞ്ഞാൽ സ്വയം ചതിച്ചവൻ, അവനവനെ ചതിച്ചവൻ. ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിൽ പറയുന്നത് എന്ത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇന്നെനിക്ക് 31 വയസ്സുണ്ട്. സത്യത്തിൽ ഉള്ളുകൊണ്ട് ഞാൻ മരിച്ചിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒരല്പം പോലും ജീവനില്ല. ഒരുപാട് പേർ ഈ കമൻറ്റിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. പലരും പറയുന്നത് ഇത് തന്നെയാണ് അവരുടെയും അവസ്ഥ എന്നാണ്. ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് 27 വയസ്സായിട്ടുള്ളൂ, എൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്നാൽ ചിലർ ഇയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാൾ പറയുന്നു, എനിക്ക് 60 വയസ്സാകാറായി, ഞാനിപ്പോഴും ജീവിതത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 31 വയസ്സായതേ ഉള്ളൂ, ജീവിതത്തിൻ്റെ തുടക്കമാണ്. ആറ്റിറ്റ്യൂഡിൽ മാറ്റം കൊണ്ടുവരാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് കണ്ട കമൻറ്റ് ഇങ്ങനെയാണ്. അയാൾ പറയുന്നത് ഇതാണ്: ഞാൻ വിവാഹമോചനത്തിൻ്റെ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. എനിക്കെൻ്റെ ജോലി മതിയായി, ഞാൻ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങി നടക്കും, എങ്ങോട്ടൊന്നും അറിയില്ല, എന്താണ് വരാൻ പോകുന്നതെന്നും അറിയില്ല. ഞാൻ ജീവിതത്തെ അഴിച്ചുവിട്ടിരിക്കുന്നു. ഇപ്പോൾ കേട്ട എല്ലാ കമൻസിൻ്റെയും തീം സത്യത്തിൽ ഒന്നാണ്, അതിൻ്റെ ബേസ് സത്യത്തിൽ ഒന്നാണ്. നമ്മളിൽ പലരും നമുക്കിഷ്ടമുള്ള കാര്യമല്ല ചെയ്യുന്നത്. നമ്മളിൽ പലരും നമ്മുടെ ഇന്നർ വോയിസിനെ കേൾക്കാത്ത ആൾക്കാരാണ്. ഈ വിഷയത്തിനെ ബേസ് ചെയ്ത് ചില സ്പിരിച്വൽ മാസ്റ്റേഴ്സും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേട്ടതിന് ശേഷം തീർച്ചയായും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. മനുഷ്യൻ അവൻ്റെ കുട്ടിക്കാലത്ത് നിസ്സഹായനാണ്. ഒരു കുട്ടി നിസ്സഹായനാണ്. അവനവൻ്റെ മാതാപിതാക്കൾ പറയുന്നത്, അധ്യാപകർ പറയുന്നത്, മറ്റു മുതിർന്ന ആൾക്കാർ പറയുന്നത് കേട്ടേ മതിയാകൂ, അനുസരിച്ചേ മതിയാകൂ. ഇത് ചിലപ്പോൾ അത്യാവശ്യമാണ്. പക്ഷെ പലപ്പോഴും ഇതുകൊണ്ട് 2 ദോഷങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒന്ന്, ഒരു കുട്ടിക്ക് അവന് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. അവനൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, അവനൊട്ടും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. 2, അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നു, ചെയ്യാൻ പറ്റാതെ വരുന്നു. ഈ അവസ്ഥയിൽ തന്നെ ഒരു സ്പ്ലിറ്റ് സംഭവിക്കുകയാണ്. നമ്മുടെ ഉള്ള് 2ആയി പിരിയുകയാണ്, 2 കഷ്ണങ്ങളായി മാറുകയാണ്. ഒന്ന് അസ്വാഭാവികമായ ഒന്നാണ്, നമ്മുടെ സ്വന്തം പ്രകൃതിയിൽ നിന്നും ഒത്തിരി ദൂരെ നിൽക്കുന്ന ഒരാൾ. 2, നമ്മുടെ യഥാർത്ഥ സ്വഭാവമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ. പറയുന്നത് ഈ സ്പ്ലിറ്റ്, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ വേർതിരിവ് ആജീവനാന്തം നമ്മളെ വേദനിപ്പിക്കുന്നു എന്നാണ്. പലപ്പോഴും പല വ്യക്തികളെയും ഈ സ്പ്ലിറ്റ് നശിപ്പിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാണ്. എങ്ങനെയാണത്? പറയുന്ന മെത്തേഡ് ഇതാണ്. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും എപ്പോഴായിരുന്നാലും ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ആ കാര്യം നിങ്ങളുടെ സെൽഫ് നേച്ചറുമായി മാച്ച് ചെയ്യുന്ന ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം പ്രകൃതവുമായി ചേരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങളുടെ സ്വന്തം പ്രകൃതമായി ചേരാത്ത കാര്യം, അതിനെ പറയുന്നത് ആരായിരുന്നാലും ശരി, എത്ര വലിയ ആളായിരുന്നാലും, നിങ്ങളുടെ സെൽഫ് നേച്ചറുമായിട്ട് ചേരാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഇതാണത്രേ ആ മെത്തേഡ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ദിസ് ഈസ് ദ ഓൺലി വേ ടു ബി എ ടോട്ടൽ ബീയിങ്. സത്യത്തിൽ ജീവിതം എന്നത് വളരെ മനോഹരമായ ഒരു നൃത്തമാണ്. ഈ നൃത്തം ആസ്വദിക്കാനാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ അത് സാധിക്കണമെങ്കിൽ നമ്മൾ ഒറിജിനലായിരിക്കണം. ഇമിറ്റേറ്റ് ചെയ്യരുത്, മിമിക്രി ചെയ്യരുത്. കോപ്പി അടിക്കാനല്ല നമ്മളിവിടെ വന്നത്, ഒറിജിനലായിരിക്കാനാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും തീർച്ചയായും കമൻസിലൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് സമാനമായ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവയും കമൻസിലൂടെ പങ്കുവയ്ക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ നല്ല അറിവ് എത്തുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ
തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല വീഡിയോസ് കൂടുതൽ നിങ്ങളിലേക്ക് എത്തുന്നതിനൊപ്പം ഈ ചാനലിലും അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്.